ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ നനക്കാൻ ഇറങ്ങിയതാട്ടോ. കണ്ടോ, ഞാൻ അന്ന് കാണിച്ചു തന്നില്ല എൻ്റെ വളപ്പ്. പക്ഷേ അന്ന് ഇതേപോലെ അല്ലായിരുന്നു. ഇപ്പം കണ്ടോ, ശരിക്കും മഴ പെയ്ത പോലല്ലേ, മഴ പെയ്ത തൊടി പോലല്ലേ കാണുമ്പോൾ. അതെന്താണെന്നറിയോ, ഞാൻ നനപ്പോൾ ഫുള്ളായിട്ട് നനച്ചു കൊടുക്കും. കാരണം എന്താ, പിന്നെ ഇത് എന്നറിയാം വലിയതാണ്. ഇപ്പോൾ എല്ലാറ്റിനും പുതട്ട് കൊടുത്തു ഞാൻ, എല്ലാ കഴുകിനും. ഞാൻ അന്ന് വെച്ച കുരുമുളകൊക്കെ പിന്നെ വലുതായിട്ട് വന്നിട്ട് കണ്ടില്ല, ഒക്കെ പകുതിക്ക് എത്തി എല്ലാത്തും അമച്ചിട്ട്. ആഴ്ചക്ക് ഒരു നനക്കുമ്പോൾ ഞാൻ മഴ പെയ്ത പോലെ നനച്ചു കൊടുക്കും. 1.5 HP മോട്ടറാണേ. അപ്പോൾ ആ മോട്ടറും കൊണ്ടാണ് നനച്ചാൽ പിന്നെ നല്ല വണ്ണുള്ള ഓസമാണ്. അങ്ങനെ നനച്ചാൽ പിന്നെ മഴ പെയ്ത പോലെ ഉണ്ടാവും. അപ്പോൾ ഇതെന്നറിയോ, പിന്നെ എന്താ മൊത്തം നനച്ച് വിടുന്നത്, ചെറിയ ഒരു മാവുണ്ട്, അതുകൊണ്ട് നിറയെ പൂട്ടുക കണ്ടപ്പോൾ കുരുമുളകും കഴുകും തെങ്ങൊക്കെ പച്ചപ്പായിട്ട് നിൽക്കണ കണ്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നണില്ലേ. എനിക്ക് ഇഷ്ടമാട്ടോ അങ്ങനെയൊക്കെ ഇങ്ങനെ നനച്ചിട്ട് തൊടി കൂടെ ഒക്കെ നടക്കണത്. അപ്പോൾ ഞാനെപ്പോഴും സമയം കിട്ടിയാൽ വളപ്പിലേക്ക് ഇറങ്ങും, ഓരോന്ന് കാട്ടിക്കൂട്ടും. അപ്പം കുട്ടികൾ പറയും, നിങ്ങൾ നോയിക്കോളി, ചപ്പലും കുപ്പലൊക്കെ പാമ്പുണ്ടാവും, ശ്രദ്ധിക്കുന്നൊക്കെ പറയും. ഞാൻ പറയും ഇന്നെ ഒന്നും കാട്ടൂല, ഞാൻ കാണുകയൊക്കെ ചെയ്യും എന്നൊക്കെ പറയും. ഞാൻ സൂക്ഷിച്ച് നടക്കുന്നത് പറയും. ഇതൊക്കെ ഞാൻ പുതട്ട് കൊടുത്തതാണേ കുരുമുളക് നനക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ ഒരു മാവുണ്ട്, അത് നിറയെ പൂത്തിരി. അത് ചെറിയ പാവാണ്, പക്ഷെ നിറയെ പൂട്ടിരിക്കണം. ഇത് വേറൊരു മാവ്, അതും ചെറുതാണ്. കഴിഞ്ഞെല്ലാം 4-5 കിട്ടി, പക്ഷേ പ്രാവശ്യം നിറയെ പൂവിട്ടിക്കണം. അപ്പോൾ അത് നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. അപ്പം നിറയെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും തൊട്ട് അതിൻ്റെ ചുവട്ടിലൊക്കെ നല്ല നനച്ച് പുതട്ട് കൊടുത്തിരിക്കുക. പിന്നെ വേറെ ചെറിയൊരു മാവ് പുറത്തുണ്ട്. പിന്നെ ഇതില്ലേ, എന്താ പറയുക, കൂവ പറിച്ചതാണ്. ആ കൂവ പറിച്ചതിൻ്റെ തണ്ടൊക്കെ അവിടെ തന്നെ കുഴിച്ചിട്ട് അപ്പോൾ അതിന് നനച്ച് കൊടുക്കുകയാണ്. വേനൽക്കാലം നനച്ചില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവും. അത് 2 തടം അതും ഉണ്ട്. അപ്പം മൊത്തം നനക്കും ഞാൻ, തൊടി മൊത്തം നനച്ച് വിടും. അങ്ങനെ നനച്ച് വന്നിട്ട് നോക്കുമ്പോൾ വേറെ ഭാഗത്ത് ഈ സൈഡിൽ കൂടെ നിറച്ച് വരുന്ന സമയത്ത് കണ്ടതാ മക്കളെ, നോക്കിയേക്ക്. ഇതാണ് പറയണത്, കുട്ടികൾ പറഞ്ഞത് ശരി തന്നെയാണ്. ഇതാണ്ടോ വലിയൊരു പാമ്പിൻ്റെ വളം. അത് എപ്പോഴാണ് വളട്ട് പോയിക്കുന്ന, തല മുതൽ ഉടൽ വരെ ഇട്ടിരിക്കുന്നു കണ്ടോ. അങ്ങനെ വാല് വരെ വളം ഊരിയിട്ട് പോയിക്കുക. നനച്ച് വന്നപ്പോൾ കണ്ടതാണിത്. എന്താ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആകെ ഇതിപ്പോൾ മൂപ്പരാൾ ഇവിടെ ഉണ്ടോയെന്ന്, തൊടിയിലുണ്ടോയെന്നും അറിയില്ലാണ്ടോ. വാല് വരെ വളട്ടിട്ട് പോയിക്കണു. അപ്പോൾ ചേരയെന്നും അറിയില്ല, പാമ്പാന്നും അറിയില്ല, ഒന്നും അറിയില്ല. എന്തായാലും ഇതും കൂടി നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ പിടിച്ചതാട്ടോ. അപ്പോൾ എല്ലാവരും നനക്കാൻ പോകുമ്പോൾ നോക്കുക, ശ്രദ്ധിക്കുക, വളപ്പ് പോകുമ്പോൾ. എൻ്റെ കുട്ടികൾ പറഞ്ഞത് ശരി തന്നെയാണ്. എന്തായാലും ഞാൻ റിഫായിൻ്റെ പേരിൽ യാസീനൊക്കെ ഓതി. ഇനി അതിനെ കണ്ണിൽ കണ്ടാൽ മതി, കാത്ത് രക്ഷിക്കട്ടെ എല്ലാവരെയും. അപ്പോൾ എൻ്റെ വീഡിയോ ഇതാണ്, ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരോടും ബായ്.